അനന്തപുരിയിലെ നവരാത്രി ആഘോഷങ്ങൾക്കായി 300 നങ്കയുടെ എഴുന്നള്ളത്ത് ഇന്ന് തുടങ്ങും. ചൊവ്വാഴ്ചയാണ് പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാവുക. അനന്തപുരിയിലെ നവരാത്രി പൂജയ്ക്കായി പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്രയ്ക്കാണ് ശുചീന്ദ്രത്തിൽ നിന്നും 300 നങ്ക എഴുന്നള്ളുന്നത്. രാവിലെ പുറപ്പെടുന്ന ഘോഷയാത്ര വൈകുന്നേരത്തോടെ കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിലും ചൊവ്വാഴ്ച പത്മനാഭപുരം തേവാരക്കെട്ട് ക്ഷേത്രത്തിന് മുന്നിലുമെത്തും. തുടർന്ന് ഉപ്പിരിക്കമാളികയിലെ ഉടവാൾ കൈമാറ്റത്തിന് ശേഷം തേവാരക്കെട്ട് സരസ്വതിദേവിക്കും വേളിമല കുമാരസ്വാമിക്കും ഒപ്പം തിരുവനന്തപുരത്തേക്ക്. രാത്രി കുഴിത്തുറയിലാണ് സംഘത്തിന് വിശ്രമം. ശേഷം ബുധനാഴ്ച രാവിലെ 10:30 കളയിക്കാവിളയിലെത്തുന്ന വിഗ്രഹങ്ങൾക്ക് സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. അന്ന് രാത്രി നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരിക്കും വിഗ്രഹങ്ങൾ വിശ്രമിക്കുക. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ കരമനിലെത്തുന്ന വിഗ്രഹങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകും. തുടർന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുതിരമാളികയിൽ പ്രത്യേക പൂജകൾ നടക്കും. ശേഷം സരസ്വതി ദേവിയെ പൂജപ്പുര നവരാത്രി മണ്ഡപത്തിലേക്കും കുമാരസ്വാമിയെ ആര്യശാല ഗണപതി ക്ഷേത്രത്തിലേക്കും 300 നങ്കയെ ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കും എഴുന്നള്ളിക്കും. 3 മുതൽ 13 വരെ നീളുന്ന പൂജപ്പുര ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവങ്ങളുടെ ഭാഗമായി സംഗീതോത്സവം, പ്രഭാഷണ പരമ്പര, സാഹിത്യ സമ്മേളനം തുടങ്ങിയ പരിപാടികൾ നടക്കും. നവരാത്രി മണ്ഡപത്തിൽ എല്ലാ ദിവസവും കലാപരിപാടികളും ഉണ്ടായിരിക്കും. നവരാത്രി പൂജയ്ക്ക് ശേഷം ഒക്ടോബർ 15 തിരിക്കുന്ന വിഗ്രഹങ്ങൾ 17 പത്മനാഭപുരത്ത് എത്തിച്ചേരും. ജനം, തിരുവനന്തപുരം.